ഹായ് ഡിയേഴ്സ്, എസ് ജെ ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിന്റെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ പാസീവിലേക്ക് ആക്കും എന്നതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു മുൻപേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ പോയി കാണാം. സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ പാസീവിലേക്ക് ആക്കാന്നുള്ളത്. അതിന്റെ ശേഷം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഏത് ക്വസ്റ്റ്യൻസ്. ഇതൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടഫാണ്, അത് പഠിച്ചാലേ കിട്ടുള്ളൂ. ചെറിയ ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പ്രസൻസ് വന്നാൽ എങ്ങനെയാണത് എന്താ പറയുക പാസീവിലേക്ക് മാറ്റാന്നൊക്കെ ഉള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ മാറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യനും മറ്റൊന്ന് WH ക്വസ്റ്റ്യനും. നമുക്ക് ആദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈസിലോ, വാസിലോ, ആറിലോ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, ക്യാൻ, വില്ല്, ഷാല്, മേ, ഇങ്ങനെ പോകുന്ന ഓക്സിലറി വേർബ്സിൽ തുടങ്ങുന്ന ചോദ്യങ്ങളില്ലേ. ഈസ് ദിസ് യുവർ പെൻ, ആർ യു മൈ ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ അവർ വന്നാൽ, അത്തരം ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് നമ്മൾ പാസീവിലേക്ക് ആക്കും എന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ഷീ കുക്ക് ദ ഫുഡ് എന്ന് ചോദിക്കുന്നത്, ഡസ് ഷീ കുക്ക് ദ ഫുഡ് എന്ന് ചോദിക്കുന്നത് എന്താണ്? ഒരു ചോദ്യമാണ് അല്ലേ, ഒരു ചോദ്യമാണ്. ഡസ് ഷീ കുക്ക് ദ ഫുഡ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് വേണം അവിടെ. അപ്പോൾ ഇത് ആക്റ്റീവ് ഫോമിലാണ്. ഇത് നമ്മളോട് പറയാണ് പാസീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേർബിലേക്ക് പോകുന്നു അല്ലെ, അങ്ങനെ സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നു, ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നു, ഒബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം കൊണ്ടുവരുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ പാസീവ് വോയിസിന്റെ ഒരു രീതി അങ്ങനെയല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ഹി ഈറ്റ്സ് മാംഗോ എന്ന് പറയുമ്പോൾ മാംഗോ ഈസ് ഈറ്റൺ ബൈ ഹിം, ഇങ്ങനെയല്ലേ നമ്മൾ ആക്കിയിരുന്നത്. ഇവിടെ നേരെ അതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു, അതുപോലെ തന്നെ ഡസ്, ഡു, ഡസ്, അതുപോലെ ഡിഡ്. ഈ സാധനം ക്വസ്റ്റ്യനിൽ വന്നാൽ, ഈ മൂന്ന് ഓക്സിലറീസ് ക്വസ്റ്റ്യനിൽ വന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കാം. ഷീ കുക്സ് ദ ഫുഡ് എന്ന് പറയുമ്പോൾ അതിൽ ഫുഡാണ് ആദ്യം എഴുതേണ്ടത് അല്ലേ. ആ ഫുഡിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ എന്താ, ഇവിടെ ഡസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഡൂം ഡസും എന്താണ്? പ്രസന്റ് ടെൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, പ്രസന്റ് ടെൻസ് ആണ്. ഡിഡ് എന്ന് പറഞ്ഞാലാണ് അതിന്റെ എന്താ, പാസ്റ്റ്. അപ്പോൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഞാനിവിടെ ഈസ് ഉപയോഗിച്ചു. ഈസ് ഒരു ഫുഡേ ഉള്ളൂ. ഈസ് ദ ഫുഡ്, ഈസ് ദ ഫുഡ്. V3 പാസീവ് ഫോമിൽ എല്ലാത്തിനും V3 വേണമെന്നുള്ള കാര്യം നിർബന്ധമാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് V3 എഴുതി. ഈസ് ദ ഫുഡ് കുക്ക്ഡ് അല്ലേ. ഇനിയൊരു ബൈ ഏജന്റ് വേണ്ടേ? ബൈ ഹർ, ഷീ അല്ലേ. അപ്പോൾ അതിനെങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഹെർ എന്നാവും. ഈസ് ദ ഫുഡ് കുക്ക്ഡ് ബൈ ഷീ എന്നല്ല പറയുക, ഈസ് ദ ഫുഡ് കുക്ക്ഡ് ബൈ ഹർ എന്നായിട്ട് മാറും. ഇതാണ് അതിൻ്റെ എന്ത്, യെസ്, പാസീവ് ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റൂള് സർ? എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, ദ പ്രൈമറി ഓക്സിലറി വേർബ്സ് ഡു, ഡസ്, ഡിഡ്, ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ പാസീവ് ഫോം. പാസീവ് ഫോമിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡു, ഡസ്, ഡിഡ് വന്നാൽ നിങ്ങൾ അതിനെ എഴുതരുത്. ഡു, ഡസ്, ഡിഡ് എന്ന വേർഡ് നിങ്ങൾ പിന്നെ ആൻസറിലേക്ക് എടുത്ത് എഴുതാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. 3 കാര്യങ്ങൾ. ഡു, ഡസ്, ഡിഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസറിലേക്ക് എഴുതുമ്പോൾ അവിടെ ഡു, ഡസ്, ഡിഡിനെ എഴുതരുത്. ഓക്കെ, പകരം നമ്മൾ ഒബ്ജക്റ്റിനെ എടുത്ത് ആദ്യം കൊണ്ട് എഴുതുക. അപ്പോൾ ഒബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ ഡസ്, പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഞാൻ ഇസ് ഉപയോഗിച്ചു. ഓക്കെ, ഈസ് ദ ഫുഡ് ഒബ്ജക്റ്റിനെ പിടിച്ച് ആദ്യം കൊണ്ടുവന്നു. ഓക്കെ, കുക്ക്ഡ് എന്ന് പറയുന്ന വേർബിനെ V3 ഫോമിലേക്ക് ആക്കി. ബൈ ഹർ എന്ന് പറയുന്ന ബൈ ഏജന്റിനെ എഴുതി. സിമ്പിൾ അല്ലേ സംഭവം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ നോക്കുക. അതിന് കുറച്ചും കൂടെ എക്സാമ്പിൾസ്, സെയിം സാധനത്തിന് കുറച്ചും കൂടെ എക്സാമ്പിൾസ്. ഡസ് അലക്സ് റൈറ്റ് ദ ഹോംവർക്ക് എന്ന് ചോദിക്കുമ്പോൾ ഡസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഫസ്റ്റ് കാറ്റഗറിയാണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഡസ് ഒരിക്കലും എഴുതാൻ പാടില്ല. അലക്സ് ആണ് സബ്ജക്റ്റ്. അലക്സ് റൈറ്റ് ദ ഹോംവർക്ക്, ഹോംവർക്കിനെയാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് അല്ലേ. അപ്പോൾ ഹോംവർക്ക്, ദ ഹോംവർക്കിനെ ആദ്യം കൊണ്ടുവരണം. അപ്പോൾ അതിന് ഡസ് സിംഗുലർ ആയതുകൊണ്ട് ഞാൻ ഈസിൽ തുടങ്ങി. ഈസ് ദ ഹോംവർക്ക് റൈറ്റ്, റോട്ട്, റിട്ടേൺ. V3 ഏതാണ്? റിട്ടേൺ ആണ്. റിട്ടേൺ ബൈ അലക്സ്, ബൈ ഏജന്റ് ആയുള്ള അലക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. നെക്സ്റ്റ് വൺ നോക്കാം. ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്, ഡസ് ഷീ ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? ഡസ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആളെ കൊണ്ടുവരുമ്പോൾ ഈസ് ഇംഗ്ലീഷ് എന്ന് എഴുതി അല്ലേ. ഇനി ടീച്ചിന്റെ പാസ്റ്റ് ടെൻസ് V3 ടോട്ട് ആണ്. ഈസ് ഇംഗ്ലീഷ് ടോട്ട് ബൈ ഹർ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്ത കാറ്റഗറി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ക്യാൻ, ഷാൽ, മേ എന്നീ വാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യനിലെങ്കിൽ ഡു നോട്ട് ചേഞ്ച് ദിയർ പൊസിഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെന്റൻസ് വെൻ ദ ആക്റ്റീവ് വോയിസ് ഇസ് ചേഞ്ച് ഇൻടു പാസീവ് വോയിസ്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ അവർ എവിടെ തന്നെയാണോ ഉണ്ടായിരുന്നത് അത് അവിടെ തന്നെ വെക്കുക. എന്നുവെച്ചാൽ ക്യാൻ യു ഗിവ് മീ എ പെൻ എന്ന് പറയുമ്പോൾ ക്യാൻ തുടക്കത്തിലല്ലേ, ആ ക്യാനിനെ പാസീവിലേക്ക് എഴുതുമ്പോഴും ആ ക്യാന് ഫ്രണ്ട് തന്നെ ഉണ്ടാവണം എന്നർത്ഥം. ഓക്കെ, ക്യാനിനെ പിന്നേക്ക് കൊണ്ടുവരുതെന്നർത്ഥം. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ആക്റ്റീവ് വോയിസ് നോക്ക്. Have you invited them എന്ന് പറയുന്ന ചോദ്യം. അപ്പൊ എങ്ങനെയാ നമ്മൾ പാസീവിലേക്ക് ആക്കുക നോക്കാം നമുക്ക്. അപ്പൊ എനിക്കറിയാം ഹാവിലാണ് വന്നിരിക്കുന്നത് ചോദ്യം അല്ലെ. അപ്പോൾ ഹാവ് തുടങ്ങിയതൊക്കെ ഹാവ്, ഹാസ്, ഹാഡ്, വില്ല്, ക്യാൻ, ഷാൽ ഒക്കെ വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് എഴുതണം, അതിനെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഹാവ് ആയതുകൊണ്ട് എന്ത് തന്നെ എഴുതി, യെസ് ഹാവ് എന്ന് തന്നെ ഇവിടെ എഴുതി, ഹാവ്. ഇനി എന്താ അടുത്ത ആള്, ഇനി ഞാൻ ഒബ്ജക്റ്റിനെ കണ്ടുപിടിച്ചു, ദെം ആണ് ഒബ്ജക്റ്റ്. ഹാവ്, ദേ അല്ലേ, ദെം ലാസ്റ്റിലല്ലേ വരിക, ഹെർ എന്ന് പറഞ്ഞ പോലെ ആദ്യം എഴുതുമ്പോൾ ദേ എന്നല്ലേ വരിക, സബ്ജക്റ്റ് ആകുമ്പോൾ ദേ ആയി. ഹാവ് ദേ. ഇനി എന്താ, ബീൻ, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വന്നാൽ നമ്മൾ പാസീവ് വോയിസിൽ പഠിച്ച ഒരു റൂളാണ്, ബീൻ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കണം അല്ലെ. ഹാവ് ദേ ബീൻ, V3 എന്താണ്, ഇൻവൈറ്റഡ് ബൈ യു. ആരവിടെ, യു അല്ലേ, നീയല്ലേ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. നേരത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ലേ, ഫസ്റ്റത്തിൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം കേട്ടോ, കാരണം വീണ്ടും ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ആൻസർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം പാസീവ് വോയിസിൽ. നമുക്കൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. എന്താണ്, വിൽ യു ഹെൽപ്പ് മീ എന്ന് പറയുന്ന ഒരു ചോദ്യം. വിൽ യു ഹെൽപ്പ് മീ. അപ്പം എങ്ങനെയാണ്, വില്ല് വന്നിട്ടുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട് വില്ല് വന്നാൽ വില്ലിനെ ആ പൊസിഷനിൽ മാറ്റാൻ പാടില്ല, വില്ല് എഴുതി ഹാവ് എന്ന പോലെ. ഓക്കെ, ഇനി ഹിം ആണ് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലേ. ഹിമ്മിന് ആദ്യം വരുമ്പോൾ ഹി എന്നാവും, സബ്ജക്റ്റ് ആകുമ്പോൾ ഹി എന്നാവും. വിൽ ഹി. വില്ല് ഷാലൊക്കെ വന്നാൽ, ക്യാനൊക്കെ വന്നാൽ നമ്മൾ അവരെ കൂടെ എന്തിനു ചേർക്കണം, വില്ല് ഷാല് ക്യാനൊക്കെ വന്നാൽ നമ്മൾ അവരെ കൂടെ എന്ത് ചേർക്കണം, യെസ് ബി എന്ന വേർഡ് ചേർക്കണം. ഹാവ്, ഹാസ്, ഹാഡൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം, ബീൻ ചേർക്കണം അല്ലെ. ING വെർബിന്റെ കൂടെ ING വന്നാൽ നമ്മൾ പാസീവ് വോയിസിൽ എന്തിനു ചേർക്കണം, യെസ് എന്താ ചേർക്കേണ്ടത്, ബീയിങ് ആണ് ചേർക്കേണ്ടത്. ഇത് മറന്നു പോരുത് കേട്ടോ. അപ്പോൾ കൂടെ കാണുന്നില്ല അല്ലേ, അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് ഞാൻ പറഞ്ഞത്, യെസ് ഒന്നുമില്ല, ഹാസ്, ഹാവ്, ഹാഡ് വരികയാണെങ്കിൽ ഇവരെ കൂടെ ചേർക്കേണ്ട ആൾ, പാസീവ് വോയിസിലേക്ക് ചേർക്കേണ്ട ആൾ ബീനാണ്. ഓക്കെ, ബീനെയാണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, അതുപോലെ നമുക്ക് എന്താ പറയുക, വില്ല്, ക്യാന് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അവരെ കൂടെ എന്തിനെ ചേർക്കണം, പാസീവ് വോയിസിൽ നമ്മൾ അവരെ കൂടെ ബീനെ ചേർക്കണം. അതുപോലെ തന്നെ വെർബിൻ്റെ കൂടെ ING ഉണ്ടെങ്കിൽ പാസീവ് വോയിസിൽ നമ്മൾ ആരെ ചേർക്കണം, ബീയിങ്ങിനെ ചേർക്കണം. ഈ കാര്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ വില്ല് കഴിഞ്ഞു എഴുതി, ഹിമ്മിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഹി ആയി. ഇനി ഒരു ബീനെ നമ്മൾ ചേർക്കണം. ഇവിടെ ഹാവിൻ്റെ ശേഷം ബീൻ ചേർത്തതുപോലെ ഇവിടെ വില്ലിന് ശേഷം ബി ചേർക്കുക. V3 ഹെൽപ്ഡ് ബൈ ആരാണ്, യു ആണ്. വിഷമ പരിപാടി കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻസ് നോക്കാം. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട്, വിച്ച്, വൈ, വെൻ, വേർ, വൈ, ഹൗ മെനി, ഹൗ മച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ചോദ്യങ്ങളില്ലേ, അതിന് കൃത്യമായ ഉത്തരം ഉണ്ടാവും അല്ലേ, എന്ന് വെച്ചാൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഉത്തരം ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, യെസ് ഓർ നോ എന്നാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ദ ക്വസ്റ്റ്യൻ വേർഡ്സ്, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ദ ക്വസ്റ്റ്യൻ വേർഡ്സ് വെൻ, വൈ, വേർ, ഹൗ ഓർ വാട്ട്. ഈ 5 പേര് ആരൊക്കെയാണ്, വെൻ, വൈ, വേർ, ഹൗ ഓർ വാട്ട് does not change their position at the beginning of the sentence when the active voice is changed into passive voice. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്താണ്, ഇവന്മാരെ സ്ഥലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ഓക്കെ, അവരവിടെ തന്നെ സൂക്ഷിക്കണം നമ്മൾ. ഇപ്പോൾ ഡു, ഡസ്, ഡിഡ് വന്നാലും നമ്മൾ അവരെ എഴുതാൻ പാടില്ല. ഹാവ്, ആസ്, ഹാഡ്, അതുപോലെ തന്നെ
നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവിടെ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ വെക്കണം. അതുപോലെ വില്ല് ക്യാനൊക്കെ അല്ലേ അവിടെ ഉൾപ്പെടുത്തണം. ശേഷം നമ്മളിപ്പോൾ പറയുന്നു വെന്, വൈ, വേർ, ഹൗ, വാട്ട് എന്നൊക്കെ വന്നാലും അവരെയും അവിടെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തണം. എന്ന് വെച്ചാൽ അവിടെ തന്നെ വെക്കണം എന്നർത്ഥം, തുടക്കത്തിൽ തന്നെ വെക്കണം എന്നർത്ഥം. ഓക്കെ, അതിന് കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഹൂ എന്ന വേർഡ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിലെങ്കിൽ അത് ബൈ ഹൂം എന്ന് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ആവും. ഹൂ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താവും, ബൈ ഹൂം എന്നാവും. അതുപോലെ ഹൂം എന്നാണ് ചോദ്യത്തിൽ ഓൾറെഡി വന്നതെങ്കിൽ അത് പാസീവിലേക്ക് ആക്കുമ്പോൾ ഹൂ എന്നാവും. എന്താണ് ഓർമ്മിക്കേണ്ടത്, എന്താണ്, ഹൂ എന്ന വേർഡ് എന്തായിട്ട് മാറും, ബൈ ഹൂം എന്നാവും പാസീവില്. ഓക്കെ, എന്നാൽ ഹൂം എന്നാണ് ആക്റ്റീവ് വോയിസിൽ വന്നതെങ്കിൽ അത് പാസീവിലേക്ക് ആക്കുമ്പോൾ എന്താണ് വരിക, യെസ്, അത് ഹൂ എന്നാവും. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വാട്ട് ഡിഡ് ഹി സേ? ആക്റ്റീവ് വോയിസിലാണ് അല്ലേ. പാസീവിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും വരിക? അപ്പം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ റൂൾ പറഞ്ഞിട്ടുണ്ട്, വാട്ടൊക്കെ വന്നാൽ നമ്മൾ അയാളെ തന്നെ എടുത്തെഴുതണം. അപ്പം ഞാനിവിടെ വാട്ടിനെ കണ്ടപ്പോൾ വാട്ട് എന്ന് പറയുന്ന ആളെ ഞാൻ അതുപോലെ എഴുതി, വാട്ട്. ഓക്കെ, ഇനി എന്താ, ഇനി നോക്കടാ, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച സാധനമില്ലേ, ഫസ്റ്റ് പഠിച്ച സാധനമില്ലേ, ഏത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചില്ലല്ലോ, അതന്നെയല്ലേ ഇവിടെ വരുന്നത് ആ ബാക്കിയുള്ള ആൾക്കാർ. അപ്പം എന്തായിരിക്കും വരിക, അവിടെ നമ്മൾ ഡിഡ് ഹി സേ എന്ന് പറയുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് അതിന് പരിഗണിക്കുക. അപ്പൊ ഇനി സേ എന്ന് പറയുന്ന വേർഡിനെയാണ് നമ്മൾ ആദ്യം കൊണ്ട് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പൊ അതിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് എഴുതാറില്ലേ നമ്മൾ. അപ്പോൾ ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഞാൻ അതിനെ എന്താക്കി, വാസ് എന്ന് എഴുതി. ഇനി പ്രസന്റ് ടെൻസ് ആയിരുന്നു, ഡസ് ആയിരുന്നു എങ്കിൽ ഈസ് എഴുതിയില്ലേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. അതുപോലെ ഇവിടെ ഡിഡ് ആയതുകൊണ്ട് ഡിഡ് പാസ്റ്റ് ടെൻസ് ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി, വാസ് എന്ന് എഴുതി. എന്താ, വാട്ട് വാസ്. ഇനി അടുത്ത ആളാരാണ്, വാട്ട് വാസ് സേ അല്ലേ. സേ ഇങ്ങോട്ട് വരുമ്പോൾ സെഡ് ആവും, പാസ്റ്റ് ടെൻസ്. വാട്ട് വാസ് സെഡ്, വാട്ട് വാസ് സെഡ്. ഇനി എന്താ, ബൈ ഹിം. ആരാണ്, ബൈ ഹിം. അതേയുള്ളൂ ഈ ബാക്കി. വാട്ട് എഴുതി നമ്മൾ, ഡിഡിനെ പകരം സെഡ് എന്ന് എഴുതി നമ്മൾ. അതുപോലെ തന്നെ എന്തു എഴുതി, വാസ് സെഡ് എന്ന് എഴുതി. അതുപോലെ തന്നെ സേ സെഡ് ആയിട്ട് വന്നു. ഹി എന്ന് പറയുന്ന ആള് ഇവിടെ ഹിം ആയിട്ടും വന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൂം ഡിഡ് യു ഇൻവൈറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ഹൂം ഡിഡ് യു ഇൻവൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഹൂം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു, ഹൂം എന്ന് പറഞ്ഞാൽ പാസീവിലേക്ക് എഴുതുമ്പോൾ ഹൂ എന്നാക്കിയിട്ട് നമ്മൾ മാറ്റണം. ഹൂ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബൈ ഹൂം എന്നും ആക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഹൂം എന്ന് വന്നതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഹൂ എന്നാക്കി മാറ്റി. ഓക്കെ, ഹൂ. ഇനി എന്താ, ഡിഡ് തന്നെ എവിടെയും, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വാസ് എഴുതി. ഹൂ വാസ്. ഇൻവൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഇൻവൈറ്റഡ്. ഹൂ വാസ് ഇൻവൈറ്റഡ്. ഹൂ വാസ് ഇൻവൈറ്റഡ് ആരാണ്, ബൈ യു. ഹൂ വാസ് ഇൻവൈറ്റഡ് ബൈ യു. ഹൂം ഡിഡ് യു ഇൻവൈറ്റ്? ഹൂ വാസ് ഇൻവൈറ്റഡ് ബൈ യു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പാസീവിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നിങ്ങൾ ആദ്യം ഇങ്ങനെ പഠിച്ചാൽ മതി. ഒരു 3 കാര്യങ്ങളെ ഞാൻ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അവിടെ മാത്രം അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഡു, ഡസ്, ഡിഡ് വന്നാൽ ഹാസ്, ഹാവ്, അതുപോലെ ക്യാൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഏത് WH ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാലും അവരെ നമ്മൾ നിലനിർത്തണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹൂ വന്നാൽ എന്താവും, അതുപോലെ തന്നെ ഹൂം വന്നാൽ എന്താവും പാസീവിലാവുമ്പോൾ എന്നത് കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചാൽ അടിപൊളിയായിട്ട് അതിൽ മാർക്ക് പോകില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സാധനം നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ കാണാതെയാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിലെ കുറച്ച് റൂൾസ് ഉണ്ട്, ആ റൂൾസാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ആ റൂൾസ് അറിയാതെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ആദ്യം അത് കണ്ടുപഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.